ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷംസീന. കഴിഞ്ഞ മെയ് 30-നായിരുന്നു ഞാൻ എക്സാം എഴുതിയിരുന്നത്. അൽഹംദുലില്ലാ പാസ്സായി. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ് ടു ആൻഡോ സാർ. സാറിൻ്റെ മെറ്റീരിയൽസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാനത് ഒരു 2 to 3 ടൈംസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് കണ്ടിരുന്നു. പിന്നെ അതിന് ശേഷം ആണ് ഞാൻ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തത്. പിന്നെ ക്രാഷ് കോഴ്സിൽ ഓരോ വീഡിയോസ് കാണുമ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്തു. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അത് ലാസ്റ്റ് റിവിഷൻ ടൈമിൽ ഒന്നുകൂടെ അത് ആ ഒരു പോയിൻറ്റ്സ് ഒക്കെ റിവൈസ് ചെയ്ത് നോക്കി. പിന്നെ അത് ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഒരുപാട് സ്റ്റുഡൻസിന് ഫ്രണ്ട്സായി കിട്ടി. അവരോടൊക്കെ നമ്മുടെ ഡൗട്ട്സൊക്കെ ചോദിക്കാൻ അവരൊക്കെ ആൻസർ തരുമായിരുന്നു. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായി. ലാസ്റ്റ് 1 month എക്സാം ഡേറ്റ് എടുത്തതിന് ശേഷം ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു. മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തു. പ്രീവിയസ് സ്റ്റുഡൻസ് ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം കളക്ട് ചെയ്ത് അതിനുള്ള ആൻസറൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെയൊക്കെ മാക്സിമം അതൊക്കെ പോയിൻ്റ് ചെയ്ത് പഠിച്ചു. പിന്നെ കാൽക്കുലേഷൻസ്, ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ലാസ്റ്റ് എക്സാമിൻ ടൈമിന് ഇങ്ങനെ റിവൈസ് ചെയ്ത് പഠിക്കാൻ ഒരുപാട് ഹെൽപ്ഫുള്ളായി. പിന്നെ ക്വസ്റ്റ്യൻസ് എനിക്ക് എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മീഡിയം ടു ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 10 to 25 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കാൽക്കുലേഷൻസും സ്ട്രക്ചേഴ്സും ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഫാർമക്കോളജി, നോൺ ഫാർമക്കോളജി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഫാർമക്കോളജി ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് പിന്നെ കേസ് ടൈപ്പ്, ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് ലാബ് വാല്യൂസ് ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് പക്ഷെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ എക്സാം ടൈമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഫസ്റ്റ് 1.5 hour തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ. ബാക്കി അറിയാത്തതൊക്കെ ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും നെക്സ്റ്റ് 1 hour ലാസ്റ്റ് 1 hour മാക്സിമം ആൻസർ, അതായത് എനിക്കറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ഒരു 2 to 3 ടൈംസ് ഒക്കെ വായിച്ച് അതിലെ ഓപ്ഷൻസ് നോക്കി അങ്ങനെ ആൻസർ ചൂസ് ചെയ്തു. പിന്നെ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഞാൻ ഒരു 2 to 3 ടൈംസ് തന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ആൻസർ സെലക്ട് ചെയ്ത ആൻസർ ശരിയാണോ അങ്ങനെയൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു ടൈം മാനേജ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നോക്കി ചെയ്തു. പിന്നെ എല്ലാവരോടും ബിഗ് താങ്ക്സ്. എൽദോ സാർ, ഗോകുൽ സാർ, കൃപ മാം. എൽദോ സാറിനോടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഒരുപാട് ഒന്നിച്ചുള്ള ഡൗട്ടൊക്കെ ചോദിക്കുമായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിക്കുമായിരുന്നു. സാറൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായി. ഗോകുൽ സാർ, പിന്നെ കൃപ മാം, എല്ലാവരോടും ചോദിച്ചു. പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാവരോടും താങ്ക്സ്. ബിഗ് താങ്ക്സ് ടു ആൻഡോ സാർ ആൻഡ് ഹോൾ മെഡ്വെഞ്ചർ ടീം. ഓക്കെ, താങ്ക് യു.